മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത് തിരുവചനമാണ്. ഈ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. പ്രകാശം വരുന്നത് വരെയേ ഇരുട്ടിന് ദൈർഘ്യമുള്ളൂ. പ്രകാശം വരുന്നു, അന്ധകാരം നീങ്ങിപ്പോകുന്നു. യഥാർത്ഥ പ്രകാശം ഈശോയാണ് എന്ന്, അവൻ ലോകത്തിലേക്ക് വരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന് 9-ാമത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രകാശമായ ഈശോ വരുന്നത് വരെയേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അന്ധകാരം നിൽക്കുകയുള്ളൂ. ഈശോ വരുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകും. ഈശോ വരുന്നത് വരെയേ അന്ധകാരമുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലേക്ക് യഥാർത്ഥ പ്രകാശമായ ഈശോ കടന്നു വന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അന്ധകാരത്തിൻ്റെ കെട്ടുകൾ, രോഗങ്ങൾ, പീഡകൾ, തകർച്ചകൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇല്ലായ്മകൾ, ദുഃഖങ്ങൾ എല്ലാം മാറിപ്പോകുമെന്നാണ് വചനം പഠിപ്പിക്കുക. ഈശോ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെയേ നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളുള്ളൂ, വേദനകളുള്ളൂ, കഷ്ടപ്പാടുകളുള്ളൂ, ദുരിതങ്ങളുള്ളൂ, ഇല്ലായ്മകളുള്ളൂ. ഈശോ വന്നാൽ അന്ധകാരം നീങ്ങിപ്പോകും. ഓർത്തുകൊള്ളുക, പ്രകാശം വരുന്നത് വരെയേ ഇരുട്ടിന് ദൈർഘ്യമുള്ളൂ. പ്രകാശമായ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി, ഈശോ നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അന്ധകാര നിബിഡമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, പ്രകാശമായ ഈശോയെ ഈ ദിവസം എന്നിലേക്ക് കടന്നു വരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോ കടന്നു വരുന്നതിന് വേണ്ടി അവിടത്തേക്ക് വഴികൾ ഒരുക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈ ദിവസത്തെ സകല അധ്വാനങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിക ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.